നമസ്കാരം. കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു. വിലായത്ത് ബുദ്ധ എന്നാണ് ആ സിനിമയുടെ പേര്. പക്ഷേ സിനിമയൊക്കെ സ്ഥിരമായിട്ട് അല്ലെങ്കിൽ പതിവായിട്ട് കാണുന്ന മലയാളികളിൽ നല്ലൊരു ശതമാനവും ഇങ്ങനൊരു സിനിമ ഇറങ്ങിയ കാര്യം അറിഞ്ഞുപോലുമില്ല. പൃഥ്വിരാജിൻ്റെ ഫാൻസും അല്ലെങ്കിൽ ആ സിനിമയോട് ബന്ധപ്പെട്ട PR ടീമും ഒക്കെ അതിന് ഒരു സൈഡിൽ പരസ്യം ചെയ്തിട്ടുണ്ടായിരുന്നുവെങ്കിലും സോഷ്യൽ മീഡിയയിൽ അങ്ങനെ യാതൊരു ഓളവുമില്ലായിരുന്നു. അതിന് ഒരുപക്ഷെ ഒരു കാരണം സംഘികൾ ഇതിനെ പാടെ അങ്ങ് അവഗണിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇങ്ങനൊരു സിനിമ ഇറങ്ങാൻ പോകുന്നു എന്നതിനെപ്പറ്റിയുള്ള ഒരു ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കാൻ അവർ ബോധപൂർവം ശ്രമിച്ചു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞും ഇതിനെ ഡീഗ്രേഡ് ചെയ്യുന്ന തരത്തിലുള്ള യാതൊരു പോസ്റ്റോ മറ്റോ ഒന്നും അവർ ഇട്ടില്ല. പകരം ഈ റിവ്യൂ ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. അവരൊക്കെ ആദ്യത്തെ ഷോ കഴിഞ്ഞതിന് ശേഷം റിവ്യൂ കൊടുത്തപ്പോൾ അതിൻ്റെ താഴെ നെഗറ്റീവ് കമൻസും മറ്റുമൊക്കെ ഉണ്ട്. പക്ഷേ അല്ലാതെ മറ്റ് പോസ്റ്റുകളായിട്ടോ പേജിൽ ഉള്ള പ്രചരണമായിട്ടോ ഒന്നും സംഖ്യകൾ ഒന്നിനും മുതിർന്നില്ല. ഈ സിനിമയെ അങ്ങ് പാടെ അവഗണിച്ച് കളയുകയും ചെയ്തു. അത് സ്വാഭാവികമായ രീതിയിൽ പൊട്ടിപ്പൊളിഞ്ഞോട്ടെ എന്നൊരു പക്ഷേ അവർ വിചാരിച്ചിരിക്കും. ഞങ്ങൾ വിവാദമാക്കിയിട്ട് ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് 4 പേര് കൂടുതൽ അറിയണ്ട എന്ന ഒരു തോന്നൽ കൂടിയായിരിക്കാം ആ ബുദ്ധിപരമായിട്ടുള്ള നീക്കത്തിന് പിന്നിൽ. എന്തായാലും സ്വാഭാവികമായ രീതിയിൽ തന്നെ ആ സിനിമ പരാജയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പരാജയപ്പെട്ടു എന്ന് തന്നെ പറയാം. പക്ഷേ ഏതവസ്ഥയിലും പൃഥ്വിരാജിൻ്റെ സിനിമയുടെ ഏതവസ്ഥയിലും ഇനി അതെത്ര മോശം സിനിമയാണെങ്കിലും അതിന് നല്ല റേറ്റിംഗും കൊടുത്ത് നല്ല പടമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പ്രചരണം നടത്താൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ പൃഥ്വിരാജ് ചെയ്തു കൊടുത്ത കാര്യങ്ങൾക്ക് പ്രതിഫലമായിട്ടെങ്കിലും ബാധ്യതപ്പെട്ടവരാണ് മധൂതി വണ്ണും, അതായത് മധൂതി ചാനലായിട്ടുള്ള മീഡിയ വണ്ണും അവരുടെ പിണിയാളുകളും. പക്ഷേ അത്ഭുതമെന്ന് പറയട്ടെ, അവർ പോലും ഈ സിനിമയ്ക്ക് വളരെ മോശം റേറ്റിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. അവർ പോലും കൈവിട്ടിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം, പൃഥ്വിരാജിനെ കൊണ്ടുള്ള അവരുടെ ആവശ്യം കഴിഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പൃഥ്വിരാജിനെ വെച്ച് അവർക്ക് എന്തായിരുന്നോ ഈ സമൂഹത്തിൽ നടപ്പാക്കേണ്ടിരുന്ന കാര്യം അത് ഇതിനകം തന്നെ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി പൃഥ്വിരാജ് എന്നൊരു വ്യക്തിയുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടുള്ള യാതൊരു സഹായവും തങ്ങൾക്ക് ആവശ്യമില്ല, പൃഥ്വിരാജിനെയും തങ്ങൾക്ക് ആവശ്യമില്ല എന്ന് അവർ ഉറക്കെ പ്രഖ്യാപിക്കുന്ന പോലെയായി കഴിഞ്ഞ ദിവസം അവർ തന്നെ ആ സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്ന റേറ്റിംഗ്. മറ്റേതെങ്കിലും സംഘപരിവാർ അനുകൂല ചാനലാണ് ഇതേപോലെ റേറ്റിംഗ് കൊടുത്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. എന്നാൽ ഒരു മോശം സിനിമയാണ് എന്ന് ഉറപ്പുണ്ടെങ്കിൽ കൂടിയും അത് ചെയ്യാൻ പാടില്ലാത്തവരാണ് മീഡിയ വണ്ണും ടീമും ഒക്കെ. വലിയ ബുദ്ധിമാനാണ് എന്ന് സ്വയം നടിക്കുന്ന അല്ലെങ്കിൽ ഭാവിക്കുന്ന പൃഥ്വിരാജ് എന്ന നടനും സംവിധായകനുമായിട്ടുള്ള ആ വ്യക്തി ആരുടെയൊക്കെയോ ചട്ടുകമായിരുന്നു എന്ന ആ തിരിച്ചറിവ് അയാൾക്കുണ്ടായി വരുമ്പോഴേക്കും ഒരുപക്ഷെ അയാൾക്ക് ബാക്കിയുണ്ടായിരുന്ന പ്രേക്ഷക പ്രീതി കൂടി നഷ്ടപ്പെടാനാണ് സാധ്യത. ഒരു നോവൽ എടുത്തിട്ടാണ് ഇതിപ്പോൾ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞൊരു സിനിമയാക്കിയിരിക്കുന്നത്. കാടിൻ്റെ പശ്ചാത്തലവും മറ്റ് ദൃശ്യഭംഗിയൊക്കെ ഉണ്ട് എന്ന് കണ്ടവരൊക്കെ സമ്മതിക്കുമ്പോഴും പക്ഷേ ഒരു സിനിമ എന്ന നിലയിൽ അത് ആളുകളെ ഒരു തരത്തിലും ആനന്ദിപ്പിക്കുന്നില്ല, അല്ലെങ്കിൽ എൻഗേജ് ചെയ്യിപ്പിക്കുന്നില്ല, അവർക്ക് ഒരു തൃപ്തി കൊടുക്കുന്നില്ല. പൂർണ്ണമായും ആ സിനിമ പരാജയപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇതിന് റിവ്യൂ ചെയ്യുന്ന 90% ആളുകളും ആ സിനിമയ്ക്ക് മോശം മാർക്കാണ് നൽകിയിരിക്കുന്നത്. എല്ലാവരും തള്ളിപ്പറഞ്ഞാൽ പോലും തള്ളിപ്പറയാൻ പാടില്ലാത്ത കൂട്ടരാണ് മീഡിയ വണ്ണും ടീമും. അവർ കൂടി പൃഥ്വിരാജിനെ തള്ളിപ്പറഞ്ഞിരിക്കുന്നു എന്ന് കാണുമ്പോഴാണ് മനസ്സിലാക്കുക, ഇവരുടെയൊക്കെ ചട്ടുകമായി നിൽക്കുന്ന പൃഥ്വിരാജ് മാത്രമല്ല എല്ലാവരും മനസ്സിലാക്കുക, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം അവരുടെ കൂടെ നിന്ന് അവരുടെ ആവശ്യങ്ങൾ കഴിയും വരെ മാത്രമേ നിങ്ങളെ അവർക്ക് ആവശ്യമുള്ളൂ. അത് കഴിഞ്ഞാൽ അവർ കറിവേപ്പില പോലെ എടുത്തു ദൂരെ കളയും. ഇത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്.